സൈഫു ജിൽസി ഇന്നിപ്പോൾ ഇന്ത്യൻ വനിതാ ടീമും ശ്രീലങ്ക വനിതാ ടീമും തിരുവനന്തപുരത്തുണ്ട്. അവരുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ നമ്മൾ കണ്ടു. നാളെയാണ് മത്സരം. ടീം പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമുകൾ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടോടെ എത്തി. വിശാഖപട്ടണത്ത് നിന്ന് പ്രത്യേക വിമാനത്തിലെത്തിയ ടീമുകളെ ഇന്ത്യൻ താരം സജന സജീവന്റെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ സ്വീകരിച്ചു. ടീമുകൾ ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടുമായി പരിശീലനത്തിനിറങ്ങും. T20 പരമ്പരയ്ക്കായി എത്തിയ ഇന്ത്യൻ ടീമിനെ തലസ്ഥാനം വരവേറ്റത് വലിയ കരഘോഷത്തോടെ. ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, ഷഫാലി വർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. സ്വകാര്യ ഹോട്ടലിൽ തങ്ങുന്ന താരങ്ങൾ വൈകിട്ട് ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങും. ഉച്ചയ്ക്കാണ് ശ്രീലങ്കൻ ടീമിന്റെ പരിശീലനം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ബാക്കിയുള്ള 3 മത്സരങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ കാളികാവ് ചേരുകയാണ്. സഫാൻ, ക്രിസ്മസ് ആശംസകളൊപ്പം ക്രിക്കറ്റ് ആശംസകൾ. കാര്യവട്ടത്ത് കളി കാര്യമാകാൻ പോവുകയാണ്. ടീമുകൾ ഇന്ന് ഉച്ചയോടുകൂടി പരിശീലനത്തിന് ഇറങ്ങും അല്ലേ? എന്താണ് ഇന്നലെ ടീം തിരുവനന്തപുരത്ത് എത്തിയോട് ശേഷമുള്ളൊരു ആവേശം എങ്ങനെയുണ്ട്? അവരുടെ ക്രിസ്മസ് ആഘോഷം, കേക്ക് മുറിച്ചുള്ള ആഘോഷമൊക്കെ കണ്ടല്ലോ. മഹേഷ്, ഒരു കേവല അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ വരുന്നതിനപ്പുറത്തേക്ക് ലോക ജേതാക്കളെ എങ്ങനെയാണോ വരവേറ്റത് അതേപോലെയായിരുന്നു ഇന്നലെ തലസ്ഥാനം പ്രിയപ്പെട്ട ഇന്ത്യൻ താരങ്ങളെ വരവേറ്റത്. ഇന്നലെ വിമാനത്താവളത്തിലാണെങ്കിലും താരങ്ങൾ തങ്ങുന്ന സ്വകാര്യ ഹോട്ടലിലാണെങ്കിലും നിരവധി പേരാണ് തടിച്ചുകൂടുന്നത്. നമുക്കറിയാം, ഇന്ത്യ ലോക ജേതാക്കളായതിനു ശേഷമുള്ള ടീമിൻ്റെ ആദ്യ സന്ദർശനമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് തലസ്ഥാനം ഇന്നലെ താരങ്ങളെ വരവേറ്റത്. വിമാനത്താവളത്തിലാണെങ്കിലും ഇവിടെയൊക്കെ വലിയ കരഘോഷങ്ങൾ, വലിയ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. നാളെയാണ് ഇന്ത്യയുടെ മത്സരം. അതുമായി ബന്ധപ്പെട്ട് മഹേഷ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് ശേഷം ശ്രീലങ്കൻ ടീമും വൈകുന്നേരം ഇന്ത്യൻ ടീമും പരിശീലനം നടത്തും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം ഇന്ത്യൻ ടീമിൻ്റെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ അടക്കമുള്ള താരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലായിരിക്കും നമുക്കറിയാം, കഴിഞ്ഞ വിശാഖപട്ടണത്ത് നടന്ന 2 മത്സരത്തിൽ വലിയ വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് നാളെ തിരുവനന്തപുരത്തിലേക്ക് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ വിശാഖപട്ടണത്തിൽ വിജയിച്ച ഒരു ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട്. നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന് പരമ്പര നേടാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒന്നിടവിട്ടാണ് മത്സരങ്ങളുള്ളത്. 26-നും 28-നും 30-നും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ താങ്ക് യു. എന്തായാലും സഫാൻ, നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പറഞ്ഞതുപോലെ തന്നെ ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, റിച്ച ഘോഷ്, ഷഫാലി വർമ്മ തുടങ്ങി ജമീമ റോഡ്രിഗസ് തുടങ്ങി ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ നമുക്ക് ലോക കിരീടം ചൂടിത്തന്ന താരങ്ങൾ തിരുവനന്തപുരത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നാളെ 28-നും 30-നും അങ്ങനെ 3 മത്സരങ്ങളാണ് ഇനിയുള്ളത്. ഓക്കെ, താങ്ക് യു സഫാൻ കാളികാവ്.